Hello friends, welcome to my YouTube channel Devangana Anand. BSc Nursing ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന LBSൻ്റെ 7th അലോട്ട്മെൻറ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. LBSൻ്റെ 6th അലോട്ട്മെൻറ്റ് വന്നായിരുന്നു. അപ്പോൾ 6th അലോട്ട്മെൻറ്റ് മുഖേന അഡ്മിഷൻ ലഭിച്ച എല്ലാവരും തന്നെ കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 7th അലോട്ട്മെൻറ്റിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷനാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സീറ്റ് വേക്കൻസി അനുസരിച്ചുള്ള ഒരു 7th അലോട്ട്മെൻ്റ് ആണ് ഇപ്പോൾ ഇനി നടക്കാൻ പോകുന്നത്. കാൻഡിഡേറ്റ് ഷുഡ് രജിസ്റ്റർ ന്യൂ കോഴ്സ് ഓർ കോളേജ് ഓപ്ഷൻസ് ഫോർ ദ 7th സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഫ്രം 27 സെപ്റ്റംബർ ടു 5th ഒക്ടോബർ. അപ്പോൾ നമുക്ക് 7th അലോട്ട്മെൻറ്റിലേക്കുള്ള കോഴ്സ് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 27 സെപ്റ്റംബർ ടു ഒക്ടോബർ 5th വരെയാണ്. അപ്പോൾ ഈ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ 7th അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ കോഴ്സ് കോളേജൊക്കെ ഓപ്ഷൻസ് കറക്റ്റായി തന്നെ വെക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇനി അവർ തന്നിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. പാലക്കാട് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം കൂടുതൽ അനുവദിച്ച 40 സീറ്റുകൾ, ആ 40 സീറ്റുകൾ SC വിഭാഗക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ ആ ഒരു 40 സീറ്റുകളിലേക്കും അതേപോലെ തന്നെ പുതുതായി ഉൾപ്പെടുത്തിയ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾക്കും ഇപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു നോട്ടീസിലൂടെ അവർ 2 അപ്ഡേറ്റ് ആണ് തരുന്നത്. ഒന്ന് 7th അലോട്ട്മെൻറ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതേപോലെ തന്നെ പാലക്കാട് ഗവൺമെൻറ് കോളേജിൽ ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം അനുവദിച്ച 40 സീറ്റുകൾ, അത് SC വിഭാഗക്കാർക്കുള്ളതാണ്. ആ ഒരു കോഴ്സിലേക്കും അതേപോലെ പുതുതായിട്ട് വന്നിട്ടുള്ള മെഡിക്കൽ കോഴ്സുകളിലേക്കും എല്ലാവർക്കും തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. മുൻ അലോട്ട്മെൻറ്റുകൾ വഴി പ്രവേശനം ലഭിച്ച അപേക്ഷകർക്ക് ഈ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് പ്രവേശനം ലഭിച്ച കോളേജുകളിൽ നിന്നും NOC ആവശ്യമാണ്. അപേക്ഷകർ NOC അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. പ്രവേശനം ലഭിച്ച കോളേജുകൾ NOCക്ക് അപേക്ഷ നൽകി കോളേജിൽ നിന്നും ഓൺലൈനായി നൽകുന്ന NOC മതിയാകുന്നതായിരിക്കും. അപ്പോൾ 5th 6th ആ ഒരു അലോട്ട്മെൻറ്റിലൊക്കെ അലോട്ട്മെൻറ്റുകൾ ലഭിച്ച കുട്ടികൾക്ക് ഇനി 7th അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ NOC അത്യാവശ്യമാണ്. NOC ഇനി നമ്മളായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഏത് കോളേജിലാണോ നമുക്ക് അഡ്മിഷൻ ലഭിച്ചത് ആ ഒരു കോളേജിൽ പോയി NOC വേണമെന്ന് പറയുമ്പോൾ അവർ തന്നെ ഓൺലൈനായിട്ട് ഒരു NOC ആപ്ലിക്കേഷൻ തരുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. ഈ നെക്സ്റ്റ് അവർ ഒരു നോട്ടിഫിക്കേഷൻ തന്നിരിക്കുന്നത് കാൻഡിഡേറ്റ്സ് ഹു ആർ അലോട്ടഡ് ടു സീറ്റ് ബട്ട് ഫെയിൽ ടു ജോയിൻ കോളേജ് വിൽ നോട്ട് ബി കൺസിഡേർഡ് ഫോർ സബ്സീക്വൻറ്റ് അലോട്ട്മെൻറ്റ്സ്. അതായത് 6th അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും അഡ്മിഷൻ എടുക്കാത്തവർക്ക് ഇനി 7th അലോട്ട്മെൻറ്റിൽ ഒരു കാരണവശാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയില്ല. അതാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ട് അവർ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് 6th അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 7th അലോട്ട്മെൻറ്റ് എന്തായാലും എന്ത് ചെയ്യും, ഓപ്ഷൻ രജിസ്ട്രേഷനൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്കിനി 7th അലോട്ട്മെൻറ്റിൽ കിട്ടാൻ പോകുന്ന കോളേജും ചിലപ്പോൾ അത്ര നല്ലതായിരിക്കണമെന്നില്ല. അപ്പോൾ 6th അലോട്ട്മെൻറ്റ് 7th അലോട്ട്മെൻറ്റും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 6th അലോട്ട്മെൻറ്റിലായിരിക്കും കുറച്ചും കൂടി നല്ല കോളേജ്. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ പിന്നെ പോകാൻ പറ്റില്ല. 7th അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിലായിരിക്കും നമുക്കിനി അഡ്മിഷൻ എടുക്കാൻ പറ്റുക. അപ്പോൾ അതൊക്കെ കൃത്യമായി തന്നെ നോക്കി നിങ്ങൾ അതനുസരിച്ച് തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ വെക്കുക. അപ്പോൾ എല്ലാവരും തന്നെ ഇപ്പോൾ 7th അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏതാണോ കോളേജ് വരുന്നത് ആ ഒരു കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ 6th അലോട്ട്മെൻറ്റിൽ നമുക്ക് വന്ന കോളേജ് ക്യാൻസലായി പോകുന്നതായിരിക്കും. അതേപോലെ തന്നെ 7th അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കോളേജും ക്യാൻസലായി പോകും. പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനും സാധിക്കുന്നതല്ല. അപ്പോൾ എല്ലാവരും തന്നെ 7th അലോട്ട്മെൻറ്റിലെ ഓപ്ഷൻ രജിസ്ട്രേഷൻ കൃത്യമായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജസ് വെച്ച് തന്നെ കറക്റ്റായ രീതിയിൽ ചെയ്യുക. അതായത് 7th അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള കോളേജസ് മാത്രം ഓപ്ഷൻ വയ്ക്കാൻ ശ്രമിക്കുക. അതേപോലെ ഇതിൻ്റെ പ്രസ് റിലീസ് വന്നിട്ടുണ്ട്. BSc നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് October 7, 2025 അതേപോലെ തന്നെ ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ September 27 ടു October 5 വരെയാണ് അവർ ഡേറ്റ് തന്നിരിക്കുന്നത്.
2025-26 അധ്യയന വർഷത്തെ BSc നഴ്സിംഗ് അലൈഡ് ഹെൽത്ത് സയൻസ് ഡിഗ്രി കോഴ്സുകൾക്ക് പുതുതായി പ്രവേശനത്തിൽ ഉൾപ്പെടുത്തിയ കോളേജുകളിലേക്കും ഗവൺമെൻറ് പാലക്കാട് നഴ്സിംഗ് കോളേജുകൾ SC വിഭാഗക്കാർക്ക് മാത്രം പുതുതായി അനുവദിച്ച സീറ്റുകളിലേക്കും പ്രവേശനത്തിന് ഓൺലൈൻ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് 2025 ഒക്ടോബർ 7 നടത്തുന്നതാണ്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന 40 സീറ്റും SC വിഭാഗക്കാർക്ക് മാത്രം വേണ്ടിയിട്ടുള്ളതാണ്. ആ ഒരു സീറ്റുകളിലേക്ക് വേറെ കാറ്റഗറിക്കാർ ഓപ്ഷൻസ് വെച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വിധേന ഈ ഒരു സീറ്റിലേക്ക് അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ SC റിസർവേഷൻ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ നിന്ന് തന്നെ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിലൊന്നും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം മാത്രം ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ പുതുതായി കുറേ കോളേജസ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ന്യൂലി ആഡഡ് കോളേജ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് വെബ്സൈറ്റിൽ തന്നെ കാണാൻ സാധിക്കും. അത് ഡൗൺലോഡ് ആക്കിയെടുത്ത് ഏതൊക്കെ കോളേജസാണ് ന്യൂലി ആഡ് ആയിട്ടുള്ളതെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതെല്ലാം ന്യൂലി ആഡ് ആയിട്ടുള്ള കോളേജിൻ്റെ ലിസ്റ്റാണ്. ഈ ഒരു ലിസ്റ്റിൽ തന്നെ അപ്ഡേറ്റ് ആയ കോളേജുകളുടെ ലിസ്റ്റും അതേപോലെ തന്നെ ന്യൂലി ആഡഡ് ആയിട്ടുള്ള കോളേജുകളുടെ ലിസ്റ്റും ഉണ്ട്. എല്ലാവരും തന്നെ ഏതൊക്കെ കോളേജാണ് അപ്ഡേറ്റ് ആയിരിക്കുന്നതെന്നും ഏതൊക്കെ കോളേജാണ് ന്യൂലി ആഡ് ആയിരിക്കുന്നതെന്നും നോക്കുക. AKG കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ് കണ്ണൂർ, അവിടെ മെറിറ്റ് സീറ്റ് 12ഉം അതേപോലെ മാനേജ്മെൻറ്റ് സീറ്റും 12ആണുള്ളത്. അതേപോലെ തന്നെ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ് കേരള കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഫെഡറേഷൻ ലിമിറ്റഡ് കണ്ണൂർ, അവിടെയും നമുക്ക് മാനേജ്മെൻറ്റ് സീറ്റും മെറിറ്റ് സീറ്റും 12 സീറ്റുകൾ വീതമാണ് വരുന്നത്. ഇതിപ്പോൾ BSc മെഡിക്കൽ ബയോകെമിസ്ട്രിയുടെ കോളേജിൻ്റെ പേരാണ് ഞാനിപ്പോൾ വായിച്ചത്. അതേപോലെ BSc റെസ്പിറേറ്ററി ടെക്നോളജി, ബാച്ചലർ ഓഫ് മെഡിക്കൽ മൈക്രോബയോളജി, അവിടെ എല്ലാം കുറേ കോളേജസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. എല്ലാം നിങ്ങൾ കറക്റ്റായി തന്നെ നോക്കി ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ എത്ര മാനേജ്മെൻറ്റ് സീറ്റുണ്ട് അതേപോലെ തന്നെ എത്ര മെറിറ്റ് സീറ്റുണ്ടെന്നൊക്കെ ഉറപ്പ് വരുത്തി കറക്റ്റായ രീതിയിൽ തന്നെ നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക. അതേപോലെ തന്നെ ബാച്ചലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിയുടെ അപ്ഡേറ്റ് ആയിട്ടുള്ള കോളേജും ഇവിടെ കാണാൻ കഴിയുന്നതാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തിരുവനന്തപുരം, അതേപോലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് കാസർഗോഡ്, അങ്ങനെ 2 കോളേജ് അവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ അതെല്ലാം കൃത്യമായി തന്നെ നോക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അലോട്ടഡ് ലിസ്റ്റാണ്. 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ താഴെ അലോട്ടഡ് ലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഏത് കോഴ്സാണോ നിങ്ങൾക്ക് കൊടുക്കേണ്ടത് ആ ഒരു കോഴ്സ് കൊടുക്കുക. അതേപോലെ ഏത് കോളേജാണോ ആ ഒരു കോളേജ് നോക്കുക. ഇപ്പോൾ എത്ര സീറ്റ് വേക്കൻസി ഉണ്ടെന്നൊക്കെ ഇവിടെ നോക്കി നിങ്ങൾ ഉറപ്പ് വരുത്തുക. അങ്ങനെ സീറ്റ് വേക്കൻസി ഉള്ള കോളേജ് നോക്കി നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ വയ്ക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ ഈ നോക്കുന്ന കോളേജിൽ ഫുള്ള് സീറ്റ് ഫില്ലായിട്ടുള്ള കോളേജാണ് ഇപ്പോൾ നോക്കിയിരിക്കുന്നത്. ഫുൾ സീറ്റ് ഫിൽഡാണ്. നമുക്ക് ടിക്ക് മാർക്ക് തന്നിരിക്കുന്ന സീറ്റ് ഫില്ലായിട്ടുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ക്രോസ് മാർക്ക് ഇൻറ്റു മാർക്കാണ് തരുന്നതെങ്കിൽ അവിടെ സീറ്റ് അവിടെ നമുക്ക് വേക്കൻറ്റ് സീറ്റ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വേക്കൻറ്റ് സീറ്റൊക്കെ ഏതൊക്കെ കോളേജിലുണ്ടെന്ന് ഉറപ്പ് വരുത്തി നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിനനുസരിച്ച് നിങ്ങൾ കോളേജസ് ഓപ്ഷൻ രജിസ്ട്രേഷന് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് അനുസരിച്ചോ അതേപോലെ കാറ്റഗറി അനുസരിച്ച് ഏതൊരു കോളേജിലാണ് കിട്ടാൻ ചാൻസ് ഉള്ളതെന്ന് നോക്കി കറക്റ്റായ രീതിയിൽ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയി കാണുന്നവരെ ബൈ.